ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കേരള PSC LDC LGS CPO തുടങ്ങിയ പരീക്ഷയ്ക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് കൂടിയായിട്ടുള്ള കേരള സർക്കാർ പദ്ധതികളാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ വരുമാനവും തൊഴിലും ഉറപ്പാക്കിക്കൊണ്ട് 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി കേരള സംസ്ഥാന കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉപജീവനം പദ്ധതി. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകാനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി സജ്ജം പദ്ധതി. സ്ത്രീകളെ തൊഴിൽ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള നോളജ് ഇക്കണോമിക് മിഷനും കുടുംബശ്രീയും സംയുക്തമായിട്ട് സംഘടിപ്പിച്ച പദ്ധതിയാണ് തൊഴിൽ അരങ്ങത്തേക്ക്. സ്വയം തൊഴിൽ പദ്ധതികൾ ആരംഭിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ധനസഹായം നൽകിക്കൊണ്ട് തൊഴിൽ ഇല്ലായ്മ നിർമ്മാർജ്ജനം നടത്തുന്ന കുടുംബശ്രീയുടെ പദ്ധതി യുവശ്രീ. രംഗകലകളിൽ പരിശീലനം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് രംഗശ്രീ. തൊഴിൽ ഇല്ലാത്ത യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതി കണക്റ്റ് ടു വർക്ക്. കുടുംബശ്രീയുടെ തുടർ വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി സമാ പദ്ധതിയാണ്. പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ശൈശവ വിവാഹം പൂർണ്ണമായിട്ടും തടയുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വിദ്യാകിരണം. SSLC +2 പാതി വഴിയിൽ മുടങ്ങിയവർക്കായിട്ട് സൗജന്യമായിട്ട് തുടർ പഠനം സാധ്യമാക്കുന്ന കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഹോപ്പ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാനായിട്ട് വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പിൻ്റെ കീഴിൽ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഉണർവ് പദ്ധതിയാണ്. ഉണർവ്. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി സ്പെക്ട്രം. കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ തൊഴിലിടങ്ങളിലെ ശിശു പരിപാലന കേന്ദ്ര പദ്ധതിയാണ് ക്രഷ് പദ്ധതി. കുട്ടികൾക്കിടയിൽ ആത്മഹത്യ കുറയ്ക്കാനായിട്ട് വനിതാ ശിശു ക്ഷേമ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി നിലവ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കാനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കൂട്ട്. കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനായിട്ട് ആദ്യ 2 വർഷം വരെ പ്രതിമാസം 2000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന പദ്ധതി മാതൃജ്യോതി. അഭയസ്ഥാനം ഇല്ലാത്ത വിധവകൾക്ക് അഭയവും കുടുംബ ചുറ്റുപാടും നൽകുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നതിന് കേരള സാമൂഹ്യ നീതി വനിതാ ശിശു വികസന വകുപ്പുകൾ സംയുക്തമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് അഭയകിരണം. സ്ത്രീധനത്തിനും സ്ത്രീ പീഡനത്തിനും എതിരെ കുടുംബശ്രീ മിഷൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബൃഹത്ത് പ്രചരണ പരിപാടിയാണ് സ്ത്രീപക്ഷ നവകേരളം. സംസ്ഥാനത്തെ 60 വയസ്സ് കഴിഞ്ഞ ദാരിദ്ര്യ രേഖയ്ക്കും താഴെയുള്ള മുതിർന്ന പൗരന്മാർക്കായിട്ട് കൃത്രിമ ദന്തനിര വയ്ക്കുന്നതിനുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി കേരളത്തിലെ പദ്ധതികൾ എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിനായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.